വലിക്കാൻ പറ്റുമോ? വീടി വലിക്കൽ ഹറാമൊന്നുമല്ല. നിങ്ങളാരും മസ്ലം ചോദിച്ചേക്കരുത്. വീടി വലിക്കൽ ഹറാമൊന്നുമല്ല, പക്ഷെ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. വീടി വലിക്കല് കറാഹത്താണെന്ന്. 40 കറാഹത്ത് ചെയ്യുമ്പോ ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട്. ഞാൻ നിങ്ങളെ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞില്ല, പഠിക്കണം, എപ്പോഴും വലിക്കണം. ആപ്പാമാര് കേട്ടോ, വീടി വലിക്കൽ കറാഹത്താ, അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. പക്ഷെ നീ 50 പ്രാവശ്യം 100 പ്രാവശ്യം വലിക്കുമ്പോ അതൊരു ഹറാമിന്റെ സ്ഥാനത്താ. നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്നാ ഇതുണ്ടായത്? ഈ ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് എവിടെ നിന്നാന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ ശപിച്ചു. നീ നശിച്ചു പോകട്ടടാ, നീ ശപിക്കപ്പെട്ടവനാടാ. അള്ളാഹു ശപിച്ച സമയത്ത് ശൈത്താൻ നിന്ന് മൂത്രം ഒഴിച്ചളഞ്ഞു പേടിച്ചിട്ട്. അള്ളാഹു ശൈത്താനെ ശപിച്ചപ്പോ അവൻ നിന്ന് മൂത്രം ഒഴിച്ചു. ആ മൂത്രം ഒഴിച്ചിട്ട് മൂത്രം വീണ സ്ഥലത്ത് നിന്ന സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത്. വാപ്പാ, നീ ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിക്കണത് അവിടെ നിന്നുണ്ടായ സാധനവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രോഗം മാറണോ ഉമ്മാ, രോഗം മാറണോ ഉമ്മാ, ഒരു മരുന്ന് നബി തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏത് മരുന്നെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചികിത്സിക്ക് ചെറുപ്പക്കാരാ, എന്റെ ഉപ്പയോട് പറയുകയാണ്, ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ, ട്യൂമറുണ്ടോ എന്നറിയില്ലല്ലോ, നിന്റെ കിഡ്നി പ്രവർത്തിക്കുന്നോ എന്നറിയില്ലല്ലോ, കരൾ രോഗമുണ്ടോ എന്നറിയില്ലല്ലോ. സഹോദരാ, നീ കൊടുക്കുന്ന ഈ സദക്കയുടെ മഹത്വം കൊണ്ട് അല്ലാഹു നിന്റെ രോഗം കരിച്ചു കളയുകയാണ്, ഒരു പനിയാക്കി മാറ്റുകയാണ്, നിന്റെ പ്രയാസം അല്ലാഹു മാറ്റുകയാണ്. അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമടാ ചെറുപ്പക്കാരാ.